ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദം അവസാന മുക്കാൽ ഭാഗം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുടെ ചാരഫലമാണ്. അതായത് അവരുടെ 12ാം ഭാവമായ, അതായത് കർക്കിടക രാശീൻ്റെ 12ാം ഭാവമായ മിഥുന രാശിയിലൂടെയാണ് ചാരവശാൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 2-ാം തീയതി അത് കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കും. സാധാരണ 12ാം ഭാവത്തിലൂടെയും ജന്മക്കൂറിലൂടെയൊക്കെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഗ്രഹപ്രിയകാലമാണ്. ഒരുപാട് ദോഷങ്ങളായിരിക്കും ഫലമായിട്ട് വരിക. അതായത് കുട്ടികൾക്കാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം, പഠിത്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, യുവാക്കൾക്കാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രായമായിരിക്കുകയാണെങ്കിൽ രോഗങ്ങൾ, അസുഖങ്ങൾ, മരുന്ന്, ആശുപത്രിവാസം, അങ്ങനത്തെ ഒക്കെ ഫലം ഉണ്ടാകുക. അപ്പോൾ ജന്മക്കൂറിലൂടെ സാധാരണ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഫലം ഉണ്ടാകുക. അപ്പോൾ ഈ കർക്കിടക രാശിയിലേക്ക് വ്യാഴം രാശി മാറുമ്പോൾ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുക. ഈ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ നല്ല ഫലങ്ങളായിരിക്കും. അതിൻ്റെ കാരണം കർക്കിടക രാശി പറഞ്ഞ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉച്ചക്ഷേത്രമാണ്. അത് നല്ല പവറിൽ നിൽക്കുന്നൊരു ക്ഷേത്രമായതുകൊണ്ട് അവിടെ അത് ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് കർക്കിടക രാശിയിൽപ്പെട്ട ആ നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ താല്പര്യമുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക.